ഇനി ഫിസിക്കൽ മെത്തേഡ്സ്, അതായത് ആൻറ്റിമൈക്രോബിയൽ കൺട്രോളിൽ മൈക്രോബ്സിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡിൽ ഫിസിക്കൽ മെത്തേഡ്സിലൊന്നാണ് ടെമ്പറേച്ചർ. അതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് ഹൈ ടെമ്പറേച്ചർ അല്ലെ സ്റ്റെറിലൈസേഷൻ എന്നൊക്കെ. നമ്മൾ ചൂടാക്കിയിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കണം എന്ന് പറയുന്ന മാതിരി വെള്ളം ചൂടാക്കുന്നത് കാരണം ഓർഗാനിസം ചാവും എന്നുള്ളൊരു ഇതിലാണ് ആ പറയുന്നത്. അപ്പോൾ ആ ചൂട് കാരണം ചൂട് കൊണ്ട് ഓർഗാനിസത്തിനെ കൊല്ലുന്ന ഒരു മെത്തേഡ്സാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ടാണ് ഓർഗാനിസത്തിനെ കൊല്ലാറ്. ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗാനിസം കില്ലാവും, ചാവും. ലോ ടെമ്പറേച്ചർ, ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതാണെങ്കിൽ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യും, നിർത്തലാക്കുകയാണ് ചെയ്യുക. അപ്പോൾ രണ്ടും ടെമ്പറേച്ചറിൻ്റെ രണ്ട് സൈഡാണ്. ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്ന സമയത്ത് ഓർഗാനിസം ചാവുകയാണെങ്കിൽ ലോ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്ന സമയത്ത് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ എഫക്റ്റ് ഓഫ് മോയ്സ്ചർ ആൻഡ് ഹീറ്റാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വെള്ളം തിളപ്പിക്കാന്ന് കരുതുക. തിളയ്ക്കണ വെള്ളത്തിൻ്റെ മുകളിൽ നമ്മുടെ കൈ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കൈ ചൂടാവും. അതേസമയം നമ്മൾ ഈ ദോശക്കല്ലൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൈ ഇങ്ങനെ, ദോശക്കല്ലിൻ്റെ മുകളിലല്ല കേട്ടോ, ദോശക്കല്ലിൻ്റെ ആവി വരുന്ന ഭാഗത്ത് നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ ആ തിളച്ച വെള്ളത്തിൻ്റെ അത്രയും ചൂട് നമ്മളെ കൈക്ക് ഏൽക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മോയിസ്റ്റ് ഹീറ്റാണ് വെള്ളം തിളയ്ക്കുമ്പം വരുന്നത്. മോയിസ്റ്റ് ഹീറ്റ് അല്ലെങ്കിൽ സ്റ്റീം എന്ന് പറയുന്ന സാധനം മോയിസ്റ്റ് ഹീറ്റാണ്. അതിന് പെനിട്രേഷൻ പവർ കൂടുതലാണ്. അതേസമയം ഡ്രൈ ഹീറ്റാണ് നമ്മൾ ഈ ദോശക്കല്ല് ചൂടാക്കുന്ന ആ സമയത്ത് വരിക. ഈ ഡ്രൈ ഹീറ്റിന് പെനിട്രേഷൻ പവർ കുറവാണ്. അതുകൊണ്ടാണ് രണ്ട് ചൂട് നമുക്ക് അനുഭവപ്പെടുന്നതിൻ്റെ കാരണം. ഈ മോയിസ്റ്റ് ഹീറ്റിന് പെനിട്രേഷൻ പവർ കൂടുതലാണ്. മോയിസ്റ്റ് ഹീറ്റ് ഡ്രൈ ഹീറ്റിനേക്കാളും എഫക്റ്റീവാണ് ആ കാരണത്താൽ. മോയിസ്റ്റ് ഹീറ്റ് ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ഓട്ടോക്ലേവ്. മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്യും. വെള്ളം അടിഭാഗത്ത് ഒഴിച്ചിട്ടല്ലേ നമ്മൾ പാത്രം വെച്ചിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ മോയിസ്റ്റ് ഹീറ്റാണ് അതിൽ വരുന്നത്. ഈ മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ ഓർഗാനിസത്തിന് സംഭവിക്കുന്നത് വെച്ചാൽ പ്രോട്ടീൻസിൻ്റെ കൊയാഗുലേഷനും ഡീനാച്ചുറേഷനാണ്. മോയിസ്റ്റ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഓർഗാനിസം ചാവാനുള്ള കാരണം കൊയാഗുലേഷനും അതുപോലെ തന്നെ ഡീനാച്ചുറേഷനുമാണ്. ഇനി അതേസമയം ഡ്രൈ ഹീറ്റ് ആണെങ്കിൽ മൈക്രോ ഓർഗാനിസം ചാവുന്നത്. ഇപ്പോൾ ഹോട്ട് എയർ ഓവനില്ലേ, ഓവനിൽ ഡ്രൈ ഹീറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലൊരു കോയിലുണ്ട്. ആ കോയിൽ ചൂടായി ആ ചൂടായ പുക ഇങ്ങനെ ഉള്ളിൽ വന്നിട്ടാണോ ഓവൻ ചൂടാക്കുന്നത്. അപ്പോൾ ആ ഹോട്ട് എയർ ഓവൻ്റെ ഉള്ളിലുള്ള അത് എങ്ങനെ ഓർഗാനിസം ചാവുന്നതിൻ്റെ കാരണം ഓക്സിഡേഷനാണ്. മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്തിട്ട് കൊയാഗുലേഷനും ഡീനാച്ചുറേഷനാണ് സംഭവിക്കുന്നതെങ്കിൽ ഡ്രൈ ഹീറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷനാണ്. ഓർഗാനിസത്തിൻ്റെ ഓക്സിഡേഷൻ നടക്കുന്ന കാരണത്താലാണ് ഓർഗാനിസം ചാവുന്നത്. ഈ ഡ്രൈ ഹീറ്റ് വേഴ്സസ് മോയിസ്റ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. നിർബന്ധമില്ല, പറ്റുമെങ്കിൽ പഠിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം സ്പോറാണ് ആലോചിക്കണം. മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്തിട്ട് 120 മിനിറ്റിൽ ഡിഗ്രി സെൽഷ്യസിൽ 120 ഡിഗ്രി സെൽഷ്യസിൽ 4 to 2 മിനിറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യും? കില്ലാവും. അതേസമയം ഡ്രൈ ഹീറ്റ് ആണെങ്കിൽ 2 മണിക്കൂറോളം വേണം. അപ്പോൾ നമ്മൾ ഓട്ടോക്ലേവിങ് ചെയ്യുന്നതിൻ്റെ ടെമ്പറേച്ചർ 120 ഡിഗ്രി സെൽഷ്യസിൽ 15 SI പ്രഷറിൽ 15 to 20 മിനിറ്റ്സ് ആണ്. ആ സമയത്താണ് എല്ലാ സ്പോറുകളും ചാവുക. അപ്പോൾ മോയിസ്റ്റ് ഹീറ്റിൽ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറഞ്ഞ സ്പോറിനെ കില്ലാവണമെങ്കിൽ ഇത്രയും ടൈം വേണം. അതേസമയം നമ്മൾ ഈ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം നമ്മളിപ്പോൾ ഓവനിൽ ഹോട്ട് എയർ ഓവനിൽ അല്ലെങ്കിൽ ഡ്രൈ ഹീറ്റ് സപ്ലൈ വെച്ചിട്ടാണ് നമ്മൾ കില്ല് ചെയ്യാൻ നോക്കുന്നത്. 2 മണിക്കൂർ എടുക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ രണ്ടിൻ്റെ ഡിഫറൻസ്? അപ്പോൾ മോയിസ്റ്റ് ഹീറ്റ് ആകുമ്പോൾ 15-20 മിനിറ്റ് കൊണ്ട് ചാവുന്ന സാധനം നമ്മൾ ഡ്രൈ ഹീറ്റിൽ വെക്കുമ്പോൾ 2 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാസിലസ് ആന്ത്രാസിസിൻ്റെ സ്പോറ് മോയിസ്റ്റ് ഹീറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ 100 ഡിഗ്രിയിൽ 2 മുതൽ 15 മിനിറ്റ് കൊണ്ട് ചാവും. 100 ഡിഗ്രി കൊടുത്ത് 2 മുതൽ 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് കില്ലാവും. അതേസമയം ഡ്രൈ ഹീറ്റ് ആണെങ്കിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 1 to 2 hours വെക്കണം. കണ്ടോ? അപ്പോൾ 150 ഡിഗ്രിയിൽ ടെമ്പറേച്ചറും കൂടുതലാണ്, സമയവും കൂടുതലാണ്. മോയിസ്റ്റ് ഡ്രൈ ഹീറ്റിൻ്റെ കേസിലുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഡ്രൈ ഹീറ്റിന് എന്ത് ആവശ്യമാണ്? കൂടുതൽ ഹയർ ടെമ്പറേച്ചറും ലോങ്ങർ എക്സ്പോഷർ ടൈമും ആവശ്യമാണ്. ഇനി ഹീറ്റ് സെൻസിറ്റിവിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ്. വെജിറ്റേറ്റീവ് ബാക്ടീരിയൽ സെൽസ് നേരത്തെ പറഞ്ഞു. നമ്മൾ കൈൻഡ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം പറഞ്ഞ സമയത്ത് പറഞ്ഞു വെജിറ്റേറ്റീവ് ബാക്ടീരിയൽ സെൽസ് ആണ് ലീസ്റ്റ് അല്ലെങ്കിൽ ലെസ് സെൻസിറ്റീവായ ഓർഗാനിസം. പെട്ടെന്ന് ചാവുന്ന ഓർഗാനിസം വെജിറ്റേറ്റീവ് സെൽസ് ആണ്.
അപ്പോൾ ഈ വെജിറ്റേറ്റീവ് സെൽസ് ഏകദേശം 60 മുതൽ 70 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് ചത്തു. നമ്മൾ ഈ വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ചാവുന്നത് വെജിറ്റേറ്റീവ് സെൽസാണ്. അപ്പോൾ വെജിറ്റേറ്റീവ് സെൽസ് ചാവാൻ എന്താ വേണ്ടത്? ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ 60 മുതൽ 70 ഡിഗ്രിയിൽ ചൂടാക്കിയാൽ മതി. നമ്മൾ പാല് പാസ്ചറൈസേഷൻ ചെയ്യുന്നതൊക്കെ ഈ ഒരു ഫിനോമിന വെച്ചിട്ടാണ്. ഇനി അതേസമയം ഈസ്റ്റ് ആൻഡ് ഫംഗൈ 50 മുതൽ 60 ഡിഗ്രി സെൽഷ്യസിൽ എന്താവും? ചാവും. അതായത് ഈസ്റ്റ് ആൻഡ് ഫംഗൈ വെച്ചാൽ പൂപ്പൽ പോലത്തെ സാധനം, ഫംഗസ്. അതിൻ്റെ സ്പോറാണെങ്കിൽ 70 മുതൽ 80. ബാക്ടീരിയൽ സ്പോറല്ലേ, ബാക്ടീരിയൽ സ്പോർ ഹൈലി റെസിസ്റ്റൻ്റ് ആണ്. അത്ര റെസിസ്റ്റൻ്റ് ആണ്. അതിന് ഓട്ടോക്ലേവ് വേണം കില്ല് ചെയ്യാൻ. പക്ഷേ ഫംഗൽ സ്പോസ് അങ്ങനെയല്ല. ഫംഗൽ സ്പോസ് ആണെങ്കിൽ 70 മുതൽ 80 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് ചാവും. അടുത്തത് ബാക്ടീരിയൽ സ്പോസ് ഹൈലി റെസിസ്റ്റൻ്റ് ആണ്. വൈറസസ് ചെറിയ റെസിസ്റ്റൻസേ കാണിക്കുന്നുള്ളൂ. ഏകദേശം ബാക്ടീരിയൽ സെൽസ് പോലെ തന്നെയാണ് വൈറസും പെട്ടെന്ന് ചാവുന്ന സാധനമാണ്. കാരണം വൈറസ് എന്താണ്? ഒരു സെല്ലില്ലാത്തൊരു ജനറ്റിക് മെറ്റീരിയലാണ് വൈറസ് എന്ന് പറയുന്ന സാധനം. അത് പെട്ടെന്ന് ചാവും. ഇനി തെർമൽ ഡെത്ത് ടൈമാണ്. തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടേമാണ്. അതായത് ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ടൈം റിക്വയർഡ് ടു കിൽ ഓൾ മൈക്രോ ഓർഗാനിസം അറ്റ് സ്പെസിഫിക് ടെമ്പറേച്ചർ. തെർമൽ ഡെത്ത് ടൈം, TDT, ടൈമാണ്. അപ്പോൾ എന്താണ്? ഏറ്റവും ചെറിയ സമയം, ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ. ഇപ്പോൾ നമ്മൾ തിളപ്പിക്കുന്ന ടെമ്പറേച്ചർ 100 ഡിഗ്രിയാണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇപ്പോൾ തിളപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ 100 ഓട്ടോക്ലേവ് ഒന്നുമില്ലല്ലോ നമുക്ക് കൊല്ലാൻ. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിൽ എത്ര നേരം ചൂടാക്കിയാലാണ് നമ്മൾ മൈക്രോ ഓർഗാനിസം, ആ ഒരു സാധനത്തിലുള്ള മൈക്രോ ഓർഗാനിസം ചാവുക എന്നുള്ളത്. അതാണ് തെർമൽ ടൈം. ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ എത്ര സമയം ചൂടാക്കിയാലാണ് ഓർഗാനിസം ചാവുക. സ്പെസിഫിക് ടെമ്പറേച്ചർ മാറൂല, പക്ഷേ പല സമയത്ത് ഇപ്പോൾ 5 മിനിറ്റ് ചൂടാക്കി വെക്കും, 10 മിനിറ്റ് അങ്ങനെ ഒരു സ്പെസിഫിക് ടൈം നമ്മൾ കണ്ടെത്തും. ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ കൊടുക്കുക, എന്നിട്ട് ടൈം കണ്ടെത്തുന്നതിനാണ്, ആ ടൈമിനെയാണ് നമ്മൾ പറയുന്നത് തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെറിലൈസേഷൻ ടൈം ടെമ്പറേച്ചർ ഏത് ടൈമിൽ എത്ര ടെമ്പറേച്ചറിൽ കൊടുത്താലാണ് സ്റ്റെറിലൈസേഷൻ നടക്കുക എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്ന ടൈം കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഡെസിമൽ റിഡക്ഷൻ ടൈം, അല്ലെ D വാല്യൂ. ഡെസിമൽ റിഡക്ഷൻ ടൈം എന്ന് പറയുന്നത്, അപ്പം നേരത്തെ നമ്മൾ തെർമൽ ഡെത്ത് ടൈം എന്ന് പറഞ്ഞത് സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനുള്ള സമയം. അടുത്തത് പറയുന്നത് എന്തറിയോ? ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ഓർഗാനിസത്തിനെ 90% ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനുള്ള സമയം. എന്താണ്? സ്പെസിഫിക് ടെമ്പറേച്ചറിൽ 90% ഓർഗാനിസത്തിനെ. അപ്പം ബാക്കി 10% അവിടെ ഉണ്ട്, സ്പോറുകൾ അവിടെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവാം. അപ്പോൾ TDT നമ്മൾ സ്റ്റെറിലൈസേഷൻ ടൈം ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡെസിമൽ ടൈം റിഡക്ഷൻ ടൈം എന്ന് പറയുന്നത് ഹീറ്റ് കാരണം മൈക്രോബിയൽ ഡിസ്ട്രക്ഷൻ എത്രത്തോളം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്? സ്പെസിഫിക് ടെമ്പറേച്ചറിൽ 90% മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനുള്ള സമയമാണ് നമ്മൾ D വാല്യൂ അല്ലെങ്കിൽ ഡെസിമൽ റിഡക്ഷൻ ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒന്നാണ്, അതിൻ്റെ എക്സാമ്പിളാണ് D വാല്യൂ ഓഫ് 20 മിനിറ്റ്സ് മീൻസ് 90% റിഡക്ഷൻ എവരി 20 മിനിറ്റ്. അതായത് ഓരോ 20 മിനിറ്റ് കഴിയുമ്പോഴും 90% ഓർഗാനിസംസ് ചാവും എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ 20 മിനിറ്റിൽ 90 ചത്ത് കഴിഞ്ഞാൽ ബാക്കി 10 ഉണ്ടാവും. അടുത്ത 20 മിനിറ്റ് ആകുമ്പോൾ ഈ 10ൻ്റെ 90% ചാവുക. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ 20 മിനിറ്റ് കഴിയുമ്പോഴും 90% ഓർഗാനിസംസ് ചത്ത് കില്ലാവും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന് സ്റ്റീം അണ്ടർ പ്രഷർ അല്ലെങ്കിൽ ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് എന്താണ്? നമ്മൾ കുക്കർ പോലത്തെ ഒരു സാധനം അല്ലേ, കുക്കറിൻ്റെ ഫിനോമിനയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. എന്താണ്? നമ്മൾ ടെമ്പറേച്ചറും കൊടുക്കും, അതിൽ പ്രഷറും വരുന്നുണ്ട്, ഇത്ര സമയം, അങ്ങനെ 3 സ്റ്റീം അണ്ടർ പ്രഷർ എന്ന് ഓട്ടോക്ലേവിങ്ങിന് പറയുന്നത്. രണ്ടാമത്തെ ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷനാണ് അല്ലെങ്കിൽ ടിൻഡലൈസേഷൻ. കുറച്ച് സമയം വെച്ചിട്ട് ഓർഗാനിസത്തിനെ കൊല്ലുന്ന പരിപാടി. പിന്നെ ബോയിലിംഗ് വാട്ടർ, വെള്ളം തിളപ്പിക്കുക. പിന്നെ പാസ്ചറൈസേഷൻ എന്ന് വെച്ചാൽ 100 ഡിഗ്രി സെൽഷ്യസിൻ്റെ ബിലോയിൽ ചൂടാക്കുന്നത്. പിന്നെ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഉണ്ട്, ഹോട്ട് എയർ ഓവൻ വരുന്നുണ്ട്. ഇൻസിനറേഷൻ, കത്തിക്കുക. ഇൻസ്പിസേഷൻസ് 2-3 ദിവസം കൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഓരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് ഒന്നാണ് സ്റ്റീം അണ്ടർ പ്രഷർ അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ്. എന്താ സ്റ്റീം അണ്ടർ പ്രഷർ എന്ന് പറയുന്നത്? അതായത് ഈ കണ്ടീഷൻ പ്രത്യേകം പഠിക്കണം. 121 ഡിഗ്രി സെൽഷ്യസിൽ 121 ഡിഗ്രി സെൽഷ്യസിൽ 15 SI പ്രഷറിൽ 15 to 20 മിനിറ്റ്. ഇമ്പോർട്ടൻ്റ് ആണിത്, വൺ വേർഡിനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 121 ഡിഗ്രി സെൽഷ്യസിൽ 15 to 20 മിനിറ്റ്സിൽ 15 SI പ്രഷറിലാണ് ഓട്ടോക്ലേവിംഗ് വർക്ക് ചെയ്യുന്നത്.
ഒന്നുകൂടി പറയാം, 121 ഡിഗ്രി സെൽഷ്യസിൽ 15 SI പ്രഷറിൽ 15 to 20 മിനിറ്റ്സ്. ഇതാണ് ഓട്ടോക്ലേവിങ് അല്ലെങ്കിൽ സ്റ്റീം അണ്ടർ പ്രഷറിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗാനിസംസ് എല്ലാം ചാവും, സ്പോർ അടക്കം ചത്തുവും. ഇതിൽ നമ്മൾ മീഡിയ ചെയ്യാറുണ്ട്, ഗ്ലാസ് വെയേഴ്സ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഓട്ടോക്ലേവിങ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യലുണ്ട്, സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്നത് ഓട്ടോക്ലേവിംഗ് ആണ്. നെക്സ്റ്റ് ആണ് ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ടിൻഡലൈസേഷൻ എന്ന് പറയുന്നത്. ഇതായത് നമ്മളിപ്പം ഓട്ടോക്ലേവിംഗ് ചെയ്യാമെന്ന് പറയും. നമുക്കിപ്പോൾ ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണെന്ന് ആലോചിക്കാം. അപ്പോൾ ഈ ഫുഡ് പ്രൊഡക്റ്റൊക്കെ ഓട്ടോക്ലേവിംഗ് ചെയ്താൽ എല്ലാം കൂടി അലിഞ്ഞു പോകില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഫുഡ് പ്രൊഡക്റ്റ് ഒന്ന് ഓട്ടോക്ലേവിംഗ് ചെയ്യാമെന്ന് പറയുന്നത് നടക്കാത്ത കാര്യങ്ങളാണ്. അതിന് പല മെത്തേഡ്സും ഉണ്ട്. അതുപോലെ തന്നെ ഹീറ്റ് സെൻസിറ്റീവായ മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം 100 ഡിഗ്രി ചൂടാക്കും. എന്നിട്ട് അതിനെന്ത് ചെയ്യും, ഇൻക്യുബേഷനിൽ വെക്കും. ഇതിപ്പോൾ നമ്മൾ ഫുഡല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ ഗ്ലാസ് വെയർസ് അങ്ങനത്തെ ഓർഗാനിസംസ് ഉണ്ടോയെന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. 100 ഡിഗ്രി സെൽഷ്യസിൽ നല്ലോണം ചൂടാക്കിയതിന് ശേഷം അതിനെ കൊണ്ടുപോയിട്ട് ഇൻക്യുബേറ്ററിൽ വെക്കും. അപ്പോൾ അതിലെ സ്പോറൊക്കെ അപ്പോൾ ആദ്യത്തെ ദിവസം വെജിറ്റേറ്റീവ് സെൽസൊക്കെ ചത്തു, അതിലുള്ള എല്ലാ വെജിറ്റേറ്റീവ്സും, ബാക്കി സ്പോറുകളായിരിക്കും ഉണ്ടാവുക. അതിനെ ഇൻക്യുബേറ്ററിൽ വെക്കുന്നു, എന്നിട്ട് ഈ സ്പോറിനൊക്കെ വളരുന്നു. പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഇതേ സമയം പോലെ 100 ഡിഗ്രിയിൽ ചൂടാക്കുന്നു, എന്നിട്ട് വീണ്ടും ഇൻക്യുബേറ്റ് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും 100 ഡിഗ്രി. അങ്ങനെ 3 കോൺസിക്യൂട്ടീവ് ഡേയ്സിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുകയും ഇൻക്യുബേറ്റും ചെയ്തിട്ട് അതിൽ മൊത്തം ഒരുവിധം എല്ലാ വെജിറ്റേറ്റീവ് സെൽസിനെയും കില്ല് ചെയ്യുന്ന മെത്തേഡിനാണ് നമ്മൾ ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ടിൻഡലൈസേഷൻ എന്നത്. ഫ്രാക്ഷനായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാം അല്ലെങ്കിൽ ടിൻഡലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ബോയിലിംഗ് വാട്ടറും പാസ്ചറൈസേഷനും. ബോയിലിംഗ് വാട്ടറിൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെജിറ്റേറ്റീവ് ഓർഗാനിസത്തിനെ മാത്രമേ കില്ല് ചെയ്യുള്ളൂ, സ്പോറിനെ കില്ല് ചെയ്യില്ല. അത് ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്തത്. നമ്മൾ ഈ കുട്ടിക്കൊക്കെ പാല് കൊടുക്കുന്ന കുപ്പി ഉണ്ടാവില്ല, അതൊക്കെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന വീട്ടിൽ നിന്ന് കണ്ടില്ല, അതുപോലത്തെ സ്പൂണുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നത് ഡിസിൻഫെക്ഷനാണ്. ആ തിളച്ച് കഴിഞ്ഞാൽ അതിലുള്ള വെജിറ്റേറ്റീവ് സെൽസ് എല്ലാം ചത്തുപോകും എന്നുള്ളതാണ് അതിൽ കാര്യം. നെക്സ്റ്റ് ഒന്നാണ് പാസ്ചറൈസേഷൻ എന്ന് വെച്ചാൽ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ചൂടാക്കുന്നതിനാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അത് സ്റ്റെറൈലല്ല, പാസ്ചറൈസ്ഡ് പ്രൊഡക്ട്സ് ഒന്നും സ്റ്റെറൈലല്ല, അതിലെപ്പോഴും ഓർഗാനിസംസ് ഉണ്ടാകും. അതുകൊണ്ടാണ് പാസ്ചറൈസ്ഡ് സാധനങ്ങളൊക്കെ നമ്മൾ റെഫ്രിജറേറ്റർ ഇപ്പോൾ പാല് വാങ്ങിക്കൊണ്ട് നമ്മളോട് ഫ്രിഡ്ജിൽ വെക്കാനാണ് പറയുക. നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റില്ല. പാസ്ചറൈസ്ഡ് മിൽക്കാണെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റില്ല, അത് ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ അത് കേടാവും. അതാണ് അപ്പോൾ നോൺ സ്റ്റെറൈൽ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അടുത്തതാണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഇൻസിനറേഷൻ. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ ഹീറ്റ് കൊണ്ടുള്ള ഇതിലാണ്. അതിലൊന്നാമത്തെ മെത്തേഡാണ് ഹോട്ട് എയർ ഓവൻ. ഇതിൻ്റെ ടെമ്പറേച്ചറും ടൈമും നിർബന്ധമായിട്ട് പഠിക്കണം. 160 ഡിഗ്രി സെൽഷ്യസിൽ 2 അവർ. എത്രയാണ്? 160 ഡിഗ്രി സെൽഷ്യസ്, 160 ഡിഗ്രിയിൽ 2 മണിക്കൂർ. ഓട്ടോക്ലേവിൻ്റെ ഏതായിരുന്നു? 121 ഡിഗ്രി സെൽഷ്യസിൽ 15 SI പ്രഷറിൽ 15 to 20 മിനിറ്റ് ആണെങ്കിൽ, അതേ സമയം ഹോട്ട് എയർ ഓവൻ അല്ലെങ്കിൽ ഡ്രൈ സ്റ്റെറിലൈസേഷൻ നമുക്ക് എത്ര സമയം വേണം? 160 ഡിഗ്രി സെൽഷ്യസിൽ 2 hours വേണം. ഇത് ഗ്ലാസ് വെയേഴ്സ്, ഓയിൽസ്, പൗഡേഴ്സൊക്കെയാണ് കൂടുതലായിട്ട്. കാരണം പൗഡറിലൊക്കെ വെള്ളം തട്ടിയാൽ നമുക്ക് അതിലൊന്നും ഇതാക്കാൻ പറ്റില്ലല്ലോ, കാരണം പൗഡർ പിന്നെ നനഞ്ഞു പോകില്ല. അപ്പോൾ പൗഡേഴ്സ്, ഈ പിപ്പറ്റൊക്കെ പോലത്തെ ഗ്ലാസ് വെയേഴ്സ്, അതുപോലെ തന്നെ ബെറ്ററി പ്ലേറ്റ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്തിൽ ചെയ്യാം? ഹോട്ട് എയർ ഓവനിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാം. ഇത് കൂടാതെ ഓയിൽസൊക്കെ ഹോട്ട് എയർ ഓവനിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാം. ഇൻസിനറേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, കത്തിച്ച് കളയുക. ഇൻസിനറേഷൻ എന്ന് പറയുന്നത് കത്തിച്ച് കളയുക. ഈ നീഡിൽസൊക്കെ ഇല്ലേ, അതായത് നമ്മളിപ്പോൾ കയ്യിൽ നിന്ന് ചോര എടുക്കുന്ന നീഡിൽസൊക്കെ ചില ഹോസ്പിറ്റൽസിൽ പോയാൽ കാണാം, എല്ലാ ഹോസ്പിറ്റൽസിലും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. അത് ഇവരെ വെച്ച് കഴിഞ്ഞ ഉടനെ ഒരു ചെറിയൊരു ഇതിൽ വെച്ചിട്ട് അതിനെ കത്തിച്ച് കളയും, നീഡിൽ കത്തിച്ച് കളയും. ഇൻസിനറേഷൻ ഇത്രയുള്ളൂ, ബേണിയാണ്. സാധാരണ മൊത്തത്തിൽ കത്തിച്ച് കരിച്ച് കളയുന്നതിനാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. അത് ഇൻഫെക്ഷൻ തീരെ ഇല്ലാതിരിക്കാൻ വേണ്ടി വേസ്റ്റിനെ പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഇൻസ്പിസേഷൻ. ഇൻസ്പിസേഷൻ എന്ന് പറയുന്നത് ഈ സെറം അല്ലെങ്കിൽ എഗ് ബേസ്ഡ് കൾച്ചർ മീഡിയക്ക് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് നേരത്തെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മാറിപ്പോയത് ഇൻസ്പിസേഷനും രണ്ടാണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ 3 കോൺസിക്യൂട്ടീവ് ഡേയ്സ് ആണെങ്കിൽ, ഇതിൽ എന്ന് പറയുന്നത് 80 മുതൽ 85 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ചൂടാക്കുക, അങ്ങനെ 3 ദിവസം. ഒന്നും കൂടി പറയുന്നു, 80 to 85 ഡിഗ്രി സെൽഷ്യസ്
30 മിനിറ്റ്സ് ചൂടാക്കിയതിന് ശേഷം 3 ദിവസം ചൂടാക്കുക. അപ്പോൾ ഹീറ്റിംഗ് പീരീഡ്സിൻ്റെ സ്പോർ ജെർമിനേറ്റ് ചെയ്യുന്നു, അതിനെ വീണ്ടും വീണ്ടും കില്ല് ചെയ്യുന്നു. ഇതാണ് സംഭവം. സെറം അല്ലെങ്കിൽ എഗ് ബേസ്ഡ് കൾച്ചർ മീഡിയയിലേക്കാണ് ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ട് കാരണം. അതുപോലെ തന്നെ ലോവൻസ്റ്റീൻ ജെൻസേഴ്സ് മീഡിയ, ലോഫ്ലേഴ്സ് സെറം മീഡിയയിലൊക്കെ ഇൻസ്പിസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ മെത്തേഡ്സിൽ ഹൈ ടെമ്പറേച്ചർ കഴിഞ്ഞു. ഓക്കെ അല്ലേ?